ഹായ് ഓൾ, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ രുചിക്കൂട്ട്. നമുക്കിന്നൊരു സ്വീറ്റ് റെസിപ്പി തയ്യാറാക്കാം. റാഗിയും ആൽമണ്ട്സും ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റാണിത്. ഇതിലേക്ക് നമ്മൾ മധുരത്തിന് ശർക്കരയാണ് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഒന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് കാഷ്യൂ നട്ട്സ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ കാഷ്യൂ നട്ട്സ് എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റിയതിന് ശേഷം ഈ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നമുക്ക് കുറച്ച് റാഗി ഒന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ കാഷ്യൂ നട്ട്സ് റോസ്റ്റ് ചെയ്ത നെയ്യ് ബാക്കിയുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്താൽ മതി. അതിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്നത് 1 കപ്പ് റാഗിപ്പൊടിയാണ്. അപ്പോൾ അതിനി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അടിഭാഗം കരിയാനുള്ള ചാൻസ് ഉണ്ട്. റാഗിയുടെ ആ പച്ചമണം നന്നായിട്ട് മാറണം. മാത്രമല്ല നല്ല സോഫ്റ്റ് ആയിരിക്കുമല്ലോ റാഗിപ്പൊടി. നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല തരിതരിയായിട്ട് വരും. ആ സോഫ്റ്റ്നെസ് അങ്ങ് മാറും. ആ ഒരു സമയം ആവുന്നത് വരെ നമ്മൾ ഇത് ഫ്രൈ ചെയ്യണം. ഇനി നമ്മൾ വറുക്കുന്നത് 1/2 കപ്പ് ആൽമണ്ട്സും 1/2 കപ്പ് കടലയുമാണ്. തൊലി കളഞ്ഞ കടലയാണ് എടുത്തിരിക്കുന്നത്. രണ്ടും 1/2 കപ്പ് വെച്ച്. ഇത് ഡ്രൈ റോസ്റ്റ് ആണ്. ഇതിലേക്ക് നമ്മൾ നെയ്യൊന്നും ചേർക്കുന്നില്ല. ഇത് നന്നായിട്ട് ചൂടായി ചെറുതായിട്ടൊന്ന് കളർ മാറാൻ തുടങ്ങുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നന്നായിട്ട് തണുത്ത് കഴിഞ്ഞ് നല്ല തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. തീരെ നൈസായിട്ട് പൊടിയാൻ പാടില്ല. ഇത് പൊടിക്കുന്നതിനോടൊപ്പം ഞാൻ 1 ടീസ്പൂൺ ഏലക്കായും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കായുടെ നല്ലൊരു ഫ്ലേവർ വരും. ഇനി നമുക്ക് കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കണം. ഞാനിവിടെ 1.5 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തു. ശർക്കര ആദ്യം ഒന്ന് ഉരുക്കിയെടുക്കാം. അത് കഴിഞ്ഞിട്ടത് അരിച്ചെടുത്തതിന് ശേഷം വീണ്ടും നമുക്കിത് അടുപ്പിൽ വെച്ച് കുറുക്കി ഒരു നൂൽ പാവാക്കി എടുക്കണം. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഉരുകിയാൽ മാത്രം മതി. ഇപ്പോൾ ശർക്കര ആവശ്യത്തിന് മെൽറ്റായിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു പാത്രം അടുപ്പിൽ വെച്ചു. അതിലേക്ക് നമ്മൾ ഉരുക്കിയ ശർക്കര അരിച്ച് ഒഴിക്കുകയാണ്. ഇനി ഇതിലെ വെള്ളമെല്ലാം വറ്റി ഒരു നൂൽ പാകമാകുമ്പോഴാണ് നമ്മൾ വറുത്ത റാഗിപ്പൊടിയും പൊടിച്ച ചേരുവയെല്ലാം കൂടെ ചേർത്ത് ഉരുട്ടിയെടുക്കേണ്ടത്. ഇപ്പോൾ ഇതാ ശർക്കരപ്പാനി നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. അത് നന്നായിട്ട് പതഞ്ഞു വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അതിൽ ധാരാളം വെള്ളം ഉണ്ടെന്നാണ്. അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ അത് നന്നായിട്ട് കുറയണം. അതിനുശേഷം തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് പിന്നെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. ഒരു നൂൽ പാവായാൽ ഉടനെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ ശർക്കരപ്പാനി ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. നമ്മൾ കയ്യിൽ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഒരു നൂലായിട്ട് വരണം. അപ്പോൾ ഇത് കറക്റ്റാണ്. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ പൊടികളിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇളക്കാൻ എളുപ്പത്തിന് ഒരു വലിയ പാത്രത്തിലേക്ക് നമ്മൾ വറുത്ത് വെച്ച് റാഗിപ്പൊടി എടുത്തു. അതിലേക്ക് തന്നെ ആൽമണ്ട്സും കടലയും തരിതരിപ്പായിട്ട് പൊടിച്ച് ചേർത്തു. പിന്നെ നമ്മൾ ആദ്യമേ റോസ്റ്റ് ചെയ്ത് വെച്ച കാഷ്യൂ നട്ട്സ്, ചോപ്പ് ചെയ്ത കാഷ്യൂ നട്ട്സ് റോസ്റ്റ് ചെയ്തത് അതും കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ ചേർത്തൊരു സ്പൂണ് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം വേണം ഇതിലേക്ക് ശർക്കരപ്പാനി ചേർക്കാൻ. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയ ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ശർക്കരപ്പാനി എല്ലാ ഭാഗത്തും ഒരേപോലെ മിക്സായി വരണം. അതിനുശേഷം ചൂടോടുകൂടി തന്നെ ഇത് ഉരുട്ടിയെടുക്കണം. കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് കുറച്ച് ഹാർഡാകും. അപ്പോൾ പിന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. കൈ പൊള്ളുന്ന ആ ഒരു രീതിയിലാണെങ്കിൽ വേണ്ട. പക്ഷേ നമുക്ക് പറ്റുന്ന അത്രയും ചൂടിൽ ഇത് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. ഇപ്പോൾ ഇതാ ഞാനിതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഈ അളവിൽ നിന്ന് ഏകദേശം ഒരു 10-15 ബോൾസ് കിട്ടും. ഇപ്പോൾ റാഗി ആൽമണ്ട് ബോൾസ് തയ്യാറായി. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റാണിത്. നമ്മളിതിലേക്ക് ചേർത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും കാഷ്യൂ നട്ട്സ് ആണെങ്കിലും ആൽമണ്ട്സും കടലയും റാഗിയും എല്ലാം ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പിന്നെ മധുരത്തിന് നമ്മളിതിലേക്ക് ശർക്കരയാണ് ചേർത്തിരിക്കുന്നത്.
നെയ്യാണെങ്കിലും വളരെ കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ. കാഷ്യൂസ് റോസ്റ്റ് ചെയ്യാൻ 2 ടേബിൾ സ്പൂണും പിന്നെ റാഗി വറുത്തെടുക്കാൻ 1 ടേബിൾ സ്പൂണും. അപ്പോൾ 3 ടേബിൾ സ്പൂൺ നെയ്യാണ് നമ്മളിതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അളവ് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കൂട്ടിക്കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നെയ്യുടെയും കൂടെ നല്ലൊരു ഫ്ലേവർ വരും. അപ്പോൾ എന്തായാലും ദീപാവലിക്ക് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. പെട്ടെന്ന് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ശർക്കര ഒരു നൂൽ പാകം ആകുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇത് ട്രൈ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.